KPMS മല്ലപ്പള്ളി യൂണിയൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനാഘോഷം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. KPMS മല്ലപ്പള്ളി യൂണിയൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മല്ലപ്പള്ളിയിൽ വെച്ച് മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മനക്ഷത്രമായ അവിട്ടം ആഘോഷം നടത്തിയത്. ഇതിനോടനുബന്ധിച്ച് മല്ലപ്പള്ളി CMS ഹയർ സെക്കൻഡറി സ്കൂൾ ജംഗ്ഷനിൽ നിന്നും സാംസ്കാരിക ഘോഷയാത്ര നടന്നു. വാദ്യമേളങ്ങളോടെയും നിശ്ചല ദൃശ്യങ്ങളുടെ അകമ്പടിയോടും കൂടി നടത്തിയ ഘോഷയാത്രയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. നൃത്തങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ഘോഷയാത്രയ്ക്ക് മിഴിവേകി. തുടർന്ന് മല്ലപ്പള്ളി ടൗണിൽ നടന്ന പൊതുസമ്മേളനം
ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ യാതൊരു സംശയമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും അത് ശ്രീ അയ്യങ്കാളി ആണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഞാൻ അങ്ങനെ പറയുന്നതിന് ഒരു പ്രധാന കാരണം അദ്ദേഹം വിശ്വസിച്ച ആശയങ്ങളെ പ്രാവർത്തികമാക്കുവാൻ വേണ്ടി പറയുക മാത്രമല്ല, അത് നേരിട്ട് പ്രവർത്തിച്ച് അതിന് നേതൃത്വം കൊടുക്കുവാൻ ധൈര്യം കാണിച്ച ഒരു നേതാവായിരുന്നു ശ്രീ അയ്യങ്കാളി എന്ന്, മഹാ അയ്യങ്കാളി എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനവും അദ്ദേഹം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, അദ്ദേഹം മുൻപിൽ നിന്ന് അതിനെ നയിക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആദ്യമായി ജാതി വിവേചനത്തിനെതിരെ അദ്ദേഹം പോരാടി. നമുക്കറിയാം 1800-കളിൽ വഴി നടക്കാൻ അവകാശമില്ലാത്ത ഒരു ജനത, സ്കൂളിൽ പോകാൻ അവകാശമില്ലാത്ത ഒരു ജനത, മേൽവസ്ത്രം ധരിക്കുവാൻ അവകാശമില്ലാത്ത ഒരു ജനത, വഴിയിൽ കൂടി നടക്കുവാൻ അവകാശമില്ലാത്ത ഒരു ജനത, അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ അതിനെതിരെ ധീരമായി പോരാടുന്നതിന്, ആ പോരാട്ടങ്ങൾക്ക് നേരിട്ടിറങ്ങി നേതൃത്വം കൊടുക്കുവാൻ അദ്ദേഹം കാണിച്ച വലിയ മനസ്സ് മാത്രമല്ല, അദ്ദേഹം കാണിച്ച ധീരതയും അദ്ദേഹത്തെ വലിയവനാക്കി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. യൂണിയൻ പ്രസിഡന്റ് മനോജ് കുമാരസ്വാമി അധ്യക്ഷത വഹിച്ചു. ഈ കേരളത്തിൽ നമുക്കറിയാം, ഇവിടുത്തെ പട്ടികജാതി സമൂഹത്തിൽ പൗരരഹിതരായിട്ടുള്ള ആളുകൾക്ക് വീടിന് കൊടുക്കുന്ന ധനസഹായം ഇപ്പോൾ 4 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. അത് ഇവിടെ നൽകുന്ന പട്ടികജാതി വിഭാഗത്തിനും ജനറൽ വിഭാഗത്തിനും ഒരേ തുക തന്നെയാണ് നൽകുന്നത്. ഈ തുകയ്ക്ക് കാലോചിതമായ ഒരു വർധനവ് ഉണ്ടാകണം എന്നുള്ളതാണ് മല്ലപ്പള്ളി യൂണിയൻ കമ്മിറ്റിയുടെ ഒരു പ്രത്യേക റിക്വസ്റ്റ്. അതിനകത്ത് ഈ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൊക്കെ നേതൃത്വത്തിലുള്ള ആളുകളുണ്ട്, സംസ്ഥാന തലത്തിലൊക്കെ ശ്രദ്ധ ഉള്ള ആളുകളുണ്ട്. ആളുകളൊക്കെ അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ യോഗത്തിലൊക്കെ ഈ ഒരു വിഷയം സൂചിപ്പിക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ആർ സനൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാമോൾ എസ്, ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സുജ ഗിരീഷ്, യൂണിയൻ സെക്രട്ടറി ഹരിലാൽ ടി, അംബ്ലി അനീഷ് എന്നിവർ പ്രസംഗിച്ചു.